തങ്ങൾ ഇവിടെയുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിയില്ല, ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് സന്തോഷത്തോടെ കഴിയാനുള്ള അവസരം നൽകണം തമ്പുരാനെ. വേറെ ഒന്നും കൊടുക്കാൻ കഴിയില്ല. പ്രയാസം സഹിച്ച എത്ര ഉമ്മമാരുണ്ട്, കണ്ണീരൊഴുക്കിയ എത്ര ഉമ്മമാരുണ്ട്. ഞങ്ങൾക്ക് കുടുംബക്കാരില്ലേ, ഞങ്ങൾക്ക് ഉമ്മമാരില്ലേ, ഞങ്ങൾക്ക് ഭാര്യമാരില്ലേ, ഞങ്ങൾക്ക് നാട്ടുകാരില്ലേ, ഞങ്ങൾക്ക് സമൂഹമില്ലേ. ഈ സമൂഹത്തിന്റെ ഇടയിൽ ഇല്ലാത്ത ഒരു ആരോപണം, കളവും കളവിന്റെ പിന്നിൽ കളവും അതുപോലെ തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിയിട്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ എന്ത് നേടി? ഒന്ന് നേടിയത് നിങ്ങളുടെ കരഞ്ഞുകൊണ്ടുള്ള ദുആകൾ നിങ്ങൾക്കെതിരെ ആകാശത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ടാകാൻ നിൽക്കുകയാണ്. കാത്തുകൊള്ളണം. നിങ്ങൾ ചിന്തിക്കണം. വലിയൊരു പണ്ഡിതൻ, ആ പണ്ഡിതൻ ഒരു ഗ്രൂപ്പിലും പ്രവർത്തിക്കുന്നില്ല. മാനസികമായി വളരെയധികം പ്രവർത്തനത്തോടും സ്നേഹിക്കുന്ന ഉസ്താദാണ്. ആ ഉസ്താദിനോട് ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ ആ വന്നതായ ഉസ്താദവറുകൾ നിങ്ങൾക്ക് വിജയം നൽകട്ടെ. ഈ ദീനിന്റെ പ്രചാരണത്തെ ദർസ് നടത്തുന്ന ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഇത്തരം ആളുകളെ അല്ലാഹു കൊടുത്തട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതെ ഒരു മനസ്സ് നന്നാക്കാൻ പറഞ്ഞാ പോരെ. ഉടനെ പറഞ്ഞു, മോനെ ഇൽമു പറയുന്നതിനെ തടസ്സം ചെയ്യുന്ന ആളുകളെ കോഴിമുട്ടയോടാണ്. കെട്ട കോഴിമുട്ട ഒരിക്കലും നന്നാക്കാൻ കഴിയൂല മോനെ. അതുകൊണ്ട് അള്ള ഇണ്ടാറ്റങ്ങൾ അങ്ങനെ പറഞ്ഞു, ഇണ്ടാറ്റങ്ങളെ അവരെ ശോഭനത്തോട്ട് കാക്കട്ടെ, അവരെ അള്ളാഹു തആല നശിപ്പിക്കട്ടെ എന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രിയപ്പെട്ടത്, ഞാൻ ആമീൻ പറഞ്ഞില്ല, അതിനോട് എന്നാലും വർക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എത്ര ഉസ്താദുമാ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങൾ അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണം തമ്പുരാനെ. മഗ്രിബിന്റെ ശേഷമുള്ള അവ്വാദിയും ഏത് സമ്മേളനത്തിരക്കാണെങ്കിലും ഒഴിവാക്കാത്ത സുബഹിയുടെ മണിക്കൂറുകൾക്ക് എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്ന താജുൽ ഉലമാ ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും അവിടുത്തെ ജീവിതത്തിൽ വീക്ഷിക്കുമ്പോൾ കാണാൻ കഴിയാത്ത താജുൽ ഉലമാ അല്ലാഹുവിന്റെ ആലിമീങ്ങളുടെ എല്ലാ കുലവും പൊരുത്തവും സമ്പാദിച്ച താജുൽ ഉലമാ. ആ താജുൽ ഉലമയുടെ ദുആയുണ്ട് ഞങ്ങൾ. ഭൗതിക ലോകം എങ്ങനെയാവട്ടെ, പക്ഷേ ദുആ അത് പവറുള്ളതാണ് എന്നതാണ് അറിയുവാണ്. പ്രത്യേകിച്ച് മർജിതരായ ആളുകളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കണം. എന്റെ നെറ്റിയൊളിഞ്ഞും വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഒരുപാട് ആളുകളുടെ കേടായിട്ടുള്ള സമ്പാദിച്ചാൽ നമുക്കും മക്കളുമില്ലേ, നമുക്കും ഉമ്മമാരില്ലേ. ഈ വിഷയം വളരെയധികം മോശമായി ചിത്രീകരിച്ചിരുന്ന ഒരു മാന്യ സഹോദരൻ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആ വിഷയത്തിൽ നിന്ന് അകപ്പെട്ടിട്ട് ഈ വിനീതനെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്റെ നമ്പർ തരഞ്ഞാൽ അയാളുടെ കരഞ്ഞുള്ള ഫോൺ നമ്പർ കേൾക്കാം. ആ സഹോദരൻ ബോധപ്പെടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പല ഫലങ്ങളുണ്ട്. എനിക്ക് മാത്രമല്ല, ഒരുപാട് ഉസ്താദുമാരും ഒരുപാട് ആളുകളും ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് ദുആയിരക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു വലിയ ആളായതുകൊണ്ട് പറയല്ല. നിങ്ങളൊരു സാധാരണക്കാരന്റെ ദുആ കൊണ്ടേ ഞാൻ രക്ഷപ്പെടൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിനീതനാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അവസ്ഥ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. ഞങ്ങളാണ് വലിയവർ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എന്റെ പ്രിയപ്പെട്ട കരളിന്റെ ആളുകളോട് ഉണർത്താനുള്ളത് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുകയും ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണം. ഈമാൻ കാര്യം വിശ്വസിക്കണം, ഇസ്ലാം കാര്യം വിശ്വസിക്കണം, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. മഹത്തായ ഇജാബത്തുള്ള മജ്ലിസായി നിങ്ങളിൽ നിന്ന് സ്വീകരിക്കണം തമ്പുരാനെ. ആരോടും വിദ്വേഷമില്ല, ആരോടും വെറുപ്പില്ല, ഒരാളെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഈ വിനീതനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ അകത്തും പുറത്തും പല പ്രചരണങ്ങൾ നടത്താൻ പല ഭാഗങ്ങളിൽ നിന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടായപ്പോൾ മാത്രം പറഞ്ഞതാണ്. അല്ലാഹു നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ.